നിർത്തി കേട്ടോ. അവനനുസരിച്ച് അവന്റെ പാട്ടിക്ക് അനുസരണയുണ്ട്. പോലെ വേണം കുറച്ചോ. വാ കഴിച്ച് പട്ടിക്ക്. സ്റ്റെഫി പേടിച്ചാ? ഇല്ല. പേടിച്ചില്ല? ഇല്ല. ഏതൊരു മലയാളി യുവാവിനെ പോലെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇതുപോലെ ഒരു ഫസ്റ്റ് നൈറ്റ്. ഈ സെറ്റപ്പുകളൊക്കെ സ്റ്റെഫിക്ക് ഇഷ്ടമായോ? ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കേണ്ടവരായിരുന്നു. അങ്ങനെയായിരുന്നു കുറച്ചുകൂടി ത്രില്ലായേനെ. ഈ അറേഞ്ച്ഡ് മാരേജിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കണ്ടിഷ്ടായി, ഒരു പരിചയമില്ലാത്ത വീട്ടില് എന്ത് സംഭവിക്കാവുന്ന ഒരു രാത്രിയിൽ ആരും പേടിച്ചു. സ്റ്റെഫി പേടിക്കണ്ട കേട്ടോ. ബോണി, എനിക്ക് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ എന്റെ മമ്മി കൂടെ ഉണ്ടല്ലോ. ഇതുവരെ തീർന്നില്ലേ ബോണി? ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് മമ്മി ഇത്രയെങ്കിലും സമ്മതിച്ചിരിക്കണേ. ആണോ? എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചല്ലേ, അതുപോലെ തന്നെ എന്റെ സ്റ്റഡീസ് കഴിയുന്നവരെ നമ്മൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും പാടില്ല. മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് യു മീൻ ഒന്നും പാടില്ല? ബോണി എന്താ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പെരുമാറുന്നേ? ആണ്ട കിടക്കുന്നു ചട്ടിയും ചോറും. എടി സയനിസ്റ്റ് വെച്ചേ, നിനക്ക് ഇത്തിരി ഐക്യ കൂടുതലാന്ന് വിചാരിച്ചു ബാക്കിയുള്ളവന് ഒന്നും ഇല്ലാന്ന് കരുതരുത്. അതൊക്കെ പോട്ടെ, നീങ്ങ് വന്നേ. ബോണി വേണ്ട. വേണം, നീങ്ങ് വന്നേ. ബോണി വേണ്ട. വേണം. ബോണി വേണ്ട. വേണം. ബോണി വേണ്ട. വിടാൻ. ബോണി വേണ്ട. ബോണി വേണ്ട. വല്ല പേട്ടയൊക്കെ വീണതായിരിക്കും. ഇവള് മാർവൽ ഫാമിലിയിലെ ആളായിരുന്നു. നീയോ? നീ എന്താ ഈ കോലത്തില് ആദ്യ രാത്രിയായിട്ട് ഈ മുണ്ടൻ അതോളത്? ജീവൻ വേണമെങ്കിൽ റൂം അടച്ച് കിടന്നോ? താഴെ ഒരു വല കെട്ടണം. മമ്മി എന്താ ചെയ്തേന്നറിയോ? ബോണി ഈസ് മൈ ഹസ്ബൻഡ് നൗ. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ മമ്മി.
അവൻ പ്രോമിസ് തന്നെയല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നോളാന്ന്. അതിന് മുന്നേ പേടിപ്പിച്ച എങ്ങനെയാ? ഇന്ന് തന്നെ ഇപ്പൊ എത്രാമത്തെ തവണയാ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം താ. മമ്മി, എനിക്കിനി പ്രോമിസ് തന്നേ പറ്റൂ ബോണിയെ ഒരിക്കൽ പോലും ഉപദ്രവിക്കില്ല എന്ന്. എടാ എന്നാലും ഈ ചില്ലെങ്ങനെ പൊട്ടിയത്? ആനയെ പൊട്ടിയാ പൊട്ടുന്ന ചില്ല അല്ലല്ലോ ഇത്. ഇതെന്താ സംഭവം? എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സാ? നീ കാര്യം പറടാ. അവള് തമാശ പറഞ്ഞല്ല അളിയാ. അവളുടെ മമ്മി ശരിക്കും അവളുടെ കൂടെ ഉണ്ട്, പ്രേതായിട്ട്. വെരി പവർഫുൾ. ഇത് കണ്ടാ നീ? അവളുടെ മമ്മി എന്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാ. ചാവാത്ത എന്റെ ഭാഗ്യം. എനിക്ക് ഡിവോഴ്സ് വേണം, കിട്ടിയേ പറ്റൂ. കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഡിവോഴ്സാ? അകത്ത് പോകും പോണി. നീ പൊട്ടക്കഥയൊക്കെ വിശ്വസിച്ചേ? ഞാൻ വിശ്വസിച്ചേ. നിന്റെ ഒടുക്കത്തെ ഐക്യു ഐഡിയ കാരണം കൊണ്ടാണ്. എന്താ സംഭവിച്ചതെന്ന് നീ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറ. ഞാൻ പറയാം. ആ പ്രേത കുഞ്ഞുണ്ടവിടെ. അടയ്ക്കാടാ. ഞാൻ ഇന്നലെ ജുബ്ബെ മുണ്ട കൊടുത്ത് കയറി വന്നു. അവൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ പതുക്കെ കയറി വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് പതുക്കെ ഒരു കിസ് അടിക്കാൻ പോയി. ഒരു അദൃശ്യ ശക്തി എന്നെ അടുത്ത് പുറത്തേക്ക് ഒറ്റയേറാണ്. ഞാൻ പോയി മുറ്റത്ത് വീണ്. അവിടുന്ന് നടുവും തിരുമ്പി ഞാൻ തിരിച്ച് റൂമിൽ കയറി വരുമ്പോണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന കപ്പ്, സോസർ, ട്രോഫി, ചെടിച്ചട്ടി, ഫോട്ടോ ഫ്രെയിം, ടിവിയുടെ റിമോട്ട്, എന്റെ മൊബൈൽ ഉൾപ്പെടെ എയറിൽ നിൽക്കുവാണ്. എന്നിട്ട് പൂക്കാവടി അടുമ്പോൾ നിന്ന് കറങ്ങുവാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞ് ബോണി ഈസ് മൈ ഹസ്ബൻഡ്, ഡോണ്ട് ഡു എനിത്തിങ്. അപ്പൊ ഒരു കോപ്പ ഏതാണ്ട് വെച്ചിട്ട് ഈ സാധനം എന്റെ നെറ്റിക്കിറന്നിട്ടുണ്ട്. ദേ ബോധം കേട്ട് അവിടെ വീണിട്ട് എനിക്ക് വെളിവ് വന്നിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. ബോണി ആ കുട്ടീനെ വീണ്ടും വീണ്ടും പറ്റിച്ചോണ്ടിരിക്കുക. ഞാൻ സംസാരിക്കാം. സ്റ്റെഫി എവിടെ? അവളുടെ കാല് തറയിൽ മുട്ടുന്നുണ്ടോ നോക്ക്. മമ്മി എടുത്തോണ്ട് നടക്കുമായിരിക്കും. എടാ ബോണി ഒന്ന് പോടാ അവിടുന്ന്. ഒരു കാരണമില്ലാതെ ഇലകളൊക്കെ എന്തിനാണെന്നേ. എടാ അത് കാറ്റാടാ, മന്ദമാധുരൻ. എന്റെ ബോണി, നീ ഇതെന്താടാ ഇത്? ഈ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റൂ. എടാ എന്തായാലും എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ അവിടെ പോയി നിന്നല്ലേ പറ്റൂ. തൽക്കാലം അത് കിടക്കട്ടെ. എന്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ എങ്കിൽ എങ്ങനെയാണോ ഞാൻ അവിടെ പോയി നിൽക്കണേ? എടാ ഇതിന്റെ പുറകില് വേറെ എന്തോ ആണ്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം നീ നിങ്ങളുടെ ധൈര്യമായിട്ട് ചെല്ലും. ഇതൊക്കെ നിന്റെ ഒരു തോന്നലാണ് ബോണി, വെറും തോന്നൽ. ഓക്കെ, നിന്റെ കമ്പനിയിൽ ഇതുപോലത്തെ പ്രേത കുഞ്ഞുങ്ങൾ ഇനിയില്ല. ഓ ആണ്ട വരുന്നേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ മൂന്നുപേരും കൂടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴാ ചെല്ലണേന്നറിയാൻ. അധികം ലേറ്റ് ആവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാക്ക് ചെയ്യണ്ടേ? ബോണി വീട്ടിൽ നിന്ന് അധികം മാറി നിന്നിട്ടില്ല എന്ന് എനിക്കറിയാം. ഇവിടെ അടുത്തല്ലേ, ഇടയ്ക്ക് വരാമല്ലോ. താങ്ക് യു. കാർട്ടൂണൊക്കെ ഇഷ്ടമല്ലേ? കുറച്ച്. ബോണി, എനിക്ക് വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മമ്മി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബോണി. ഞാനും. ബോണി, ബോണി വിചാരിക്കണ പോലെ അല്ല. മമ്മി ശരിക്കും പാവാണ്. പിന്നെ ചില കാര്യങ്ങളിൽ സ്റ്റബേണാണ്. പക്ഷെ അതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയാ. അതിന് ഞാൻ ചാവണോ? ബോണിക്കറിയോ, ചെറുപ്പത്തിൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത സിനദൻ സ്കൂളിൽ പപ്പ എന്നെ ചേർത്തു. സ്കൂളിൽ പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. സ്കൂളിന് മമ്മി പോകുമ്പോട്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ ആ സ്കൂളിൽ നിന്ന് മമ്മി പറഞ്ഞ സ്കൂളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് എല്ലാം ഒന്ന് ശാന്തമായത്. ഇതുപോലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മമ്മിക്ക് ഓരോ തീരുമാനങ്ങളുണ്ട്.
എൻ്റെ ലൈഫിൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ബോണി ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ബോണിയാണ്. താങ്ക് യു. എനിക്ക് ബോണിയെ ഇഷ്ടപ്പെട്ടില്ലേ, അതുപോലെ മമ്മിക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പുണ്ട് ബോണിയെ കൊണ്ടത് പറ്റും. ശരിയാ, എനിക്കെന്തെങ്കിലും പറ്റും. വെൽക്കം ഹോം മൈ ഡിയർ സൺ ആൻഡ് ഡോട്ടർ. എന്താ ടെസ്റ്റ് ചെയ്താ? ബോണി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയണേ. പിന്നെ പപ്പയ്ക്ക് എന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടോ? ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലോ. പപ്പ സംസാരിക്കാറൊക്കെ ഉണ്ടോ ഇവിടെ? ബോണി പോയേ. ഓക്കെ, കൈ മറന്നല്ലോ. കല്യാണത്തിന് മുമ്പ് സ്റ്റെഫി എല്ലാം വിശദമായി സംസാരിച്ചത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അവളുടെ മമ്മി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. ഏതൊരു മലയാളി യുവാവിനെയും പോലെ താനും ഒരു ടിപ്പിക്കൽ ഫസ്റ്റ് നൈറ്റ് ആവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഈ ഡയലോഗ് ഞാൻ അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അഫ്സോസ് കി ബാത് ഹൈ. അതിനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. എന്താ പറഞ്ഞേ? നിരാശാജനകമെന്ന് പറഞ്ഞതാ. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കാം. വലിയ ഉപകാരമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഞാനും അവളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ആരും തമ്മിൽ? ഞാനും അവളും തമ്മിൽ. ഇത് കേക്കൂലേ? എന്റെ അനുവാദമില്ലാതെ അവൾ ഈ മുറിക്കകത്ത് കിടക്കില്ല. പപ്പേനെ പേടിയാണല്ലേ? അതൊക്കെ വഴിയെ മനസ്സിലാവും. പപ്പ ഒരു ധീരന. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സംസാരിക്കേ. ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടും ഞാൻ സ്റ്റെഫിക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? സ്മാർട്ട്നെസ്. അത് ശരാശരിയല്ലേ ഉള്ളൂ. വിദ്യാഭ്യാസവും. അത് പറയാതിരിക്കാണ് ഭേദം. അധികം ആലോചിച്ച് വിഷമിക്കണ്ട, ഞാൻ പറയാം. സ്റ്റെഫിയുടെ മമ്മിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഏറ്റവും അനുയോജ്യൻ താനാണെന്ന് ഒരു ഇൻറ്റ്യൂഷൻ എനിക്കുണ്ടായി. ഇന്നലത്തെ സംഭവത്തോടെ താനൊരു നല്ല പോരാളിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ആ കപ്പ് എനിക്ക് വേണ്ട പപ്പ. അങ്ങനെ പറയല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമാ, ആരും അറിയാൻ പാടില്ല. പപ്പയ്ക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട്? എനിക്ക് അവളെ പേടിയില്ലെന്നല്ലേ പറഞ്ഞോളൂ. അവക്ക് എന്നെയും പേടിയില്ല. അപ്പൊ കോംപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ വീട്ടിൽ അവക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് സ്റ്റെഫി പറഞ്ഞു തരും. അവൾ ആളൊരു നിർബന്ധ ബുദ്ധിക്കാരിയാ. ആര്? എന്റെ വൈഫേ. മമ്മിയുടെ റൂൾസ് കേൾക്കുമ്പോൾ ബോണിക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം ഇവിടെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പറയട്ടെ, ഭക്ഷണം മിച്ചം വെക്കാൻ പാടില്ല. ഫുഡ് കഴിക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല ഒരു തരി പോലും. തീന്മേശയിലും ദുരന്തം. വരൂ. കോപ്പി. ഫ്രിഡ്ജ് തുറന്നാൽ 20 സെക്കൻഡിനകം അടയ്ക്കണം. അതായത് ഫ്രിഡ്ജ് തുറക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം തുറക്കാൻ. മനസ്സിലായില്ലല്ലോ. വീട്ടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ നനഞ്ഞ ചപ്പൽ ഒട്ടും പാടില്ല. മമ്മിയുടെ റൂളാ. ഉപയോഗിച്ച തുണിയിൽ അവിടെ എവിടെയും വലിച്ചെറിയാൻ പറ്റില്ല. നനഞ്ഞ ടവല് ഒരു കാരണവശാലും കട്ടിലിൽ കൊണ്ടുവന്ന് ഇടരുത്. പിന്നെ ഉടുത്തോണ്ട് മുറ്റത്ത് കൂടെ നടക്കണോ ഉണങ്ങാൻ വേണ്ടി? ഇതാണ് മമ്മിയുടെ റൂം. ഞാൻ ബോണിയെ ഒരു ദിവസം തുറന്നു കാണിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ മമ്മി ബോണിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം. ഈ വീട്ടിൽ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഡിസൈനും ഒക്കെ മമ്മിയുടെ ഇഷ്ടപ്രകാരം. അതിൽ നിന്ന് ഒരു സാധനം മാറുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. ചുരുക്കം പറഞ്ഞാൽ ഈ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മമ്മിയാ. ബോണി, മമ്മിയെ പരിചയപ്പെടണ്ടേ? ഞാനോ? പരിചയപ്പെടാം. മമ്മിയോട് ഹലോ പറ. ഹലോ മമ്മി. ഹലോ മമ്മി. ഹലോ മമ്മി. ഞാൻ പറഞ്ഞില്ലേ
മമ്മിക്ക് ഒരു കുഴപ്പമില്ല. അല്ലേ? ബോണി ഇപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇത്രേ ഉള്ളൂ. ഞാനാകെ പേടിച്ചു പോയല്ലോ. ഹലോ മമ്മി. പേടിക്കണ്ട ബോണി, പ്രത്യേകിച്ചും പ്രൈവസിയുടെ കാര്യത്തില്. ബോണിക്കത് എന്തായാലും കിട്ടും. ബാത്റൂമില് ഓക്കെ അല്ലേ? ചിരികളി നിലവിളിയായി പോയേ, മധുവിധിഗതിയത് മാറിപ്പോയേ, വരനവനടിമുടി വാളിപ്പോയേ, തായെ മദറില്ലായേ, താങ്ങാൻ പവറില്ലായേ, തായെ തെങ്ങിക്കരയാൻ ഇനി വയ്യായേ, മരുമകനായേ മോയെ മോയെ, നിലവിലെ മനനില സമനിലയല്ലാതാവുകയായേ, തായെ ചറപറയടിയടിയടിയെ പോറടിയായേ, മതിയായേ വയ്യായേ, പാറി നടന്നൊരു പയ്യനെ ഇങ്ങനെ താഴെയിടല്ലേ തായെ, പാവം ശത്രുക്കളെത്തിനും ഇത്തരം ഒരു വിധി അരുതെന്നായി പോയേ. നോ പ്രോഗ്രസ്. എന്റെ ഇൻറ്റ്യൂഷനും കാൽക്കുലേഷനും ഒക്കെ തെറ്റിയെന്നാ തോന്നുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു അപ്പാ, ഞാൻ സ്റ്റെഫിയും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് മാറിയല്ലോ. അതാവുമ്പോ രണ്ടു കൂട്ടരും പ്രൈവസി കിട്ടും. എന്താ പാപ്പയുടെ അഭിപ്രായം? വളരെ നല്ല ഡിസിഷൻ. ഇതൊരു മമ്മി പല പ്രതിരോധ രീതികൾ ഞാൻ അവലംബിക്കും. അടുത്തത് റോമൻ സാമ്രാജ്യത്തിലെ കിങ് ലിയോണ്ടസിന്റെ പടച്ചട്ടയാണ്. അതുകൂടി വെയിറ്റ് ചെയ്യും. ആമസോണിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലെ മുതലുള്ള എല്ലാ ഫോട്ടോസും മമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. അതില് കോസ്റ്റ്യൂംസും ഫോട്ടോഗ്രാഫിയും ഒക്കെ മമ്മിയാണ്. പക്ഷെ മമ്മിയുടെ ഫോട്ടോ മാത്രം ആരും കാണുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. പോട്ടെ പോട്ടെ എന്ന് വയ്ക്കുമ്പോ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് മുട്ടപ്പപ്സ് തിന്നുമ്പോ അല്പം പൊടി താഴെ പോയി എന്ന് പറഞ്ഞ് ചപ്പാത്തി കോലും കൊണ്ട് എന്റെ തലക്കടിച്ചു. കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം പപ്സ് കഴിക്കുമ്പോ അല്പം പൊടിയൊക്കെ താഴെ പോകുന്നു. അതിന് ഇങ്ങനെയൊക്കെ വേണോ? വാ മോനെ. എന്താ പാപ്പ, എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 100 എണ്ണം ഉണ്ട്. മനുഷ്യന് സ്വൈരം തരില്ലെന്ന് വെച്ചാ ഇരിക്കാൻ സമ്മതിക്കില്ല, നിൽക്കാൻ സമ്മതിക്കില്ല. കാണുന്നില്ലേ പാപ്പ? ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ന്യായം മമ്മിയുടെ ഭാഗത്താണ്. ഇപ്പൊ അങ്ങനായ ഇനി വേണ്ട മോയെ മോയെ അത് വയ്യാതായതായേ, ഇനി വേണ്ട മോയെ മോയെ അത് വയ്യാതായതായേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബത്തിൽ എല്ലാവരും മമ്മി പറയുന്നത് അനുസരിക്കണം. ഞാനാണെങ്കിലും പപ്പയാണെങ്കിലും സ്റ്റെഫി ആണെങ്കിലും. കയ്യിലെടുക്കുകയല്ലാതെ വഴിയില്ലാതായേ തായേ, താണയടങ്ങിയൊതുങ്ങുകയല്ലാതെ നിലയില്ലാതായേ തായേ, വാസമൊഴുക്കി ഒരുങ്ങി വെരുക്കിയെടുക്കുകയായേ തായേ. സ്റ്റെഫിയുടെ കാര്യത്തിൽ മമ്മി എടുക്കുന്ന ഓരോ കാര്യത്തിലും ഞാൻ കാണുന്നതല്ലേ. ഇറ്റ് ഈസ് മാർവലസ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇങ്ങനെ ഒരു മമ്മിയെ കിട്ടി നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതെ 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 അതെ. പിന്നെ മമ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ മനുഷ്യരാണ്. ഞങ്ങളൊക്കെ നവദമ്പതികളാണ്, ന്യൂലി വെഡഡ്. ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. എന്ത് താഴെ അവിടെ കിടന്നിട്ട് ഉറക്കാൻ പറ്റുന്നില്ല. ബോണി കൺട്രോൾ ഉണ്ടെങ്കിൽ. കൺട്രോൾ ഇല്ല എനിക്ക്, അതാ പ്രശ്നം. ഞാൻ ഇവിടെ കിടക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അത് പറയാനാ വന്നേ. ഇനി എന്നെ വിളിക്കരുത്. ഇതാണ് സണ്ണന്റെ കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയുന്നത്. എന്താണ്?
നിന്റെ ഭാര്യ എവിടെ ആയിരിക്കോ അവിടെ തന്നെ ആയിരിക്കും നിന്റെ അമ്മായി അമ്മ. യു മീൻ അത് തന്നെ. സ്റ്റെഫി എവിടെ ഉണ്ടോ അവിടെ തന്നെ അവളും ഉണ്ടാവും. അവൾ ഇവിടം വിട്ട് പോവാത്ത തന്നെ മോക്ക് വേണ്ടിയാ. അപ്പൊ എന്നാ താമസം മാറാൻ പോന്നെ? ഇനിയിപ്പോ വാടകയ്ക്ക് വീട് എടുത്ത് പൊളിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ വീടുണ്ടല്ലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. ഇയാള് ശാസ്ത്രജ്ഞനായതെങ്ങനെയാ? യു ആർ ഇൻ ഡേഞ്ചർ, കം വിത്ത് മീ. കൊത്തിയോ? താനാരടോ? എന്റെ ജീവിതം അപകടത്തിലാന്ന് തന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ആണോ അല്ലയോ? ആണെങ്കി ഐ ക്യാൻ എക്സ്പ്ലെയിൻ. പ്ലീസ് കം. ഭയം മാറ്റിവെച്ച് ഇവിടെ ശ്രദ്ധിക്കൂ. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഐ ആം ബോസ്, ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് പോഡ്കാസ്റ്റർ. പ്രശസ്തമായ ദ ബോസ് ഡയറീസ് എന്ന പോഡ്കാസ്റ്റിംഗ് എൻ്റെതാണ്. കേട്ട് കാണും. ഇല്ല. ഇല്ലേ? എൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് 8 മാസമായിട്ടുള്ള പഠനങ്ങളാണ് ഇതെല്ലാം. ജനുവരി 24, 2020 ഷിംലയിൽ നടന്നൊരു ബാങ്ക് കൊള്ളയാണ്. 55 വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷനും ഒരു യുവതിയുമാണ് ഇതിന് പിന്നിൽ. 2 പേരും മലയാളികളാണ്. ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല. സോറി ടു സേ. സാമുവൽ ആൻഡ് ഹിസ് ഡോട്ടർ സ്റ്റെഫി, അവരാണ് 2 പേർ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? വിശ്വാസം വരുന്നില്ലല്ലേ? സാമുവൽ അയാളുടെ മകളും കേരളത്തിലേക്ക് വന്ന സമയം ഇവിടെ നടത്തിയ ബാങ്ക് ഇടപാടുകൾ, ഇതെല്ലാം ഷിംലയിലെ ഈ കൊള്ളയുമായി ബന്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കും. തനിക്ക് മുന്നേ സ്റ്റെഫിക്ക് പല അലയൻസുകളും വന്നു. എന്തായിരിക്കും അത് നടക്കാതെ പോയത്? എന്തായിരിക്കും? ആ പെൺകുട്ടി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ സ്ഥിരമായി കേൾക്കുന്ന ചില അപശബ്ദങ്ങൾ, ഈ അടുത്തായി കേൾക്കുന്ന ചില നിലവിളികൾ, അവർ കൊള്ള അവസാനിപ്പിച്ചിട്ടില്ല, തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. സോ ഐ സ്ട്രോങ്ലി ബിലീവ് മിസ്റ്റർ സാമുവൽ ആൻഡ് ഹിസ് ഡോട്ടർ സ്റ്റെഫി ആർ ക്രിമിനൽസ്. സച്ച് എ ഷോക്കിംഗ് ന്യൂസ്. ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ, ഒരു അദൃശ്യ ശക്തി ഇവരുടെ പിന്നിലുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യമായിട്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് തെളിയിക്കാൻ തന്റെ സഹായം വേണ്ടി വരും എനിക്ക്. ചെയ്തു തരാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. Yeah, you have that spirit. Yeah, I know the spirit. ബോണിക്കൊരു പ്രശ്നം വന്നാൽ നീ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ബോണിക്ക് വേണ്ടി നീ എന്തും ചെയ്യും. കാരണം ബിച്ചു ബോണിയുടെ ഉയർന്നൻപൻ. അതാണ്. എടാ ഒന്നുമില്ല, ദേ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ സ്റ്റെഫി ഇറങ്ങി വരും. അപ്പൊ അവളുടെ ഒരു ബാഗ് ഇരിപ്പുണ്ടാവും. നീ ചോദിച്ചാൽ തരില്ലാത്തോണ്ട് അത് തട്ടിപ്പറിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. അത്ര അതൊക്കെ. എടാ നീ ഒരു കാര്യം വിശ്വസിക്കുക, നീ ഇത് ചെയ്യുന്നതുകൊണ്ട് ബോണിക്ക് നല്ലതേ വരും. അതെ, വരുന്നു. ചെല്ലു. എന്താ ഐസ്ക്രീം തമ്പി അതിന്? അയാളുടെ ദൃഷ്ടി പെട്ടാ നമ്മള്. എടാ അതൊക്കെ വിട്. അവക്കെന്റെ മോ അറിയത്തില്ലേ? ഇത് വെച്ചോ, ക്ലാസ് ഉടക്കുന്ന കെട്ടിക്കോ. ബിച്ചു അറ്റാക്കിൽ കുട്ടിക്കൊന്നും പറ്റരുതേ. எல்லாமே போனிக்காகதான். உயிர் நண்பனுக்கு உடல் மண்ணுக்கு. ഹൈ നല്ല വർണ്ണ ശമ്പളമായവൻ. എനിക്ക് തലവർക്കത്തിന്റെ സുഖം പ്രയോഗം വേണ്ട. എടാ ബോണി, നീ എന്താ പറഞ്ഞത്? നിന്റെ കെട്ടിയോടെ കുഞ്ഞമ്മ അവളുടെ കൂടെ ഉണ്ടെന്നോ? എടാ ഞാൻ നമ്മുടെ ബിച്ചുവിനെ അങ്ങോട്ട് വിട്ടണ്ടാ. ഇപ്പൊ കാര്യങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ആയിട്ട് ബിച്ചു ഇങ്ങോട്ട് വരൂടാ. ഒരൊറ്റ മിനിറ്റ് ബിച്ചുതേ വരുന്നണ്ടാ. വണ്ടി എടുത്ത് തിരിച്ചിട്ടാ ഫോണിൽ ബിച്ചു നിന്റെ കാണാം, പക്ഷെ എത്തുന്നില്ല. ഒറ്റ മിനിറ്റ്. ബിച്ചു ഇവിടെ ടൈൽസിന് പകരം ട്രെഡ്മില്ലാണെന്ന് തോന്നുന്നു. ബിച്ചു ആടാ വന്ന് കേറാ. അയ്യോ എനിക്കിങ്ങോട്ട് ബിച്ചു ലോക്കായി. മമ്മി റിയലല്ലേ? തനിയെ കുട്ടിയെടുത്ത് പോടാ. എവിടെ നോക്കിയാലും ഇപ്പൊ കൊച്ചാണല്ലോ. എല്ലാം ഉണ്ടോന്ന് ചെക്ക് ചെയ്യണേ. ഒന്നിനും ടൈം കിട്ടിയില്ലതാ. ആരോ എന്നെ എന്തൊക്കെയോ. നിന്ന് അയ്യോ ഐസ്ക്രീം തമ്പി ചേട്ടൻ. എന്താ? ഞാൻ ചുമ്മാ ഇടുന്ന് ഓടണം. ഇത് ഞാനല്ല, ഇതെന്റെ കൈയല്ല.
ചേട്ടാ വിളിക്കണ്ട ചേട്ടാ ഉറങ്ങട്ടെ നല്ല ക്ഷീണം കാണും കുരുവേ എന്തോ വിട്ടുപോയ പോലെ. ഗുഡ് മോർണിംഗ്. ബോഡി നല്ല ഉറക്കത്തിലായോണ്ടാ വിളിക്കാനേ. ഞാനും പപ്പയും പള്ളി പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. പിശാചികളുടെ അടുത്ത് ഒറ്റയ്ക്കായി പോരുന്നത് പറഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ച ഇവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനൽസ് പുറത്തു പോകുമ്പോൾ ഞാൻ ഈ വീട് ചുറ്റിപ്പറ്റി നടക്കാറുണ്ട്. പക്ഷേ ഇന്നേ വരെ ക്രൈം സ്പോട്ടിൽ നിന്ന് എനിക്ക് ഒരു തെളിവും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ക്യാൻ യു ഹെൽപ്പ് മീ? ട്രസ്റ്റ് മീ, ഈ കേസ് തെളിയിക്കാൻ ഞാൻ എന്ത് റിസ്ക് എടുക്കും. ശരി. ചെരിപ്പൊന്നും ഇറ്റ്സ് ഓക്കെ. അത് മോശമല്ലേ? ഒറ്റ പ്രശ്നമല്ല. ബാ. ഓ സ്വീറ്റ് കൈൻഡ്. എന്താ വിറയ്ക്കുന്നേ? രാവിലെ അടിച്ചില്ലേ? നിഗൂഢതകൾ നിറഞ്ഞ ഈ വീട്ടിൽ നിന്നും എന്തും തെളിവായി ലഭിച്ചേക്കാം. യു ഷുഡന്റ് മിസ് ഇറ്റ്. ലെറ്റ് ബി എ ടൈനി പീസ് ഓഫ് ഗ്ലോബ് ഓർ ഒരു അജ്ഞാത കൊലപാതകി വരെ. എൻ്റെ പഠനങ്ങളാണ് ശരിയെന്ന് ഞാൻ ഇവിടെ തെളിയിക്കും. ഇവിടുത്തെ പപ്പേനെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ അന്ന് കണ്ടപ്പോ? യെസ്, ഞാൻ പറഞ്ഞു. ഈസ് എ ക്രിമിനൽ. ആ, എന്റെ വൈഫിനെ കുറിച്ച്, ഇവിടുത്തെ മോളെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നില്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിമിനൽസ് ആയ ഒരു പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടായ ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ, ഉറച്ചു നിൽക്കണം. നിൽക്കും. നോക്ക്, എന്ത് നോക്കൂ. വാവ്, ഹായ്, ഇത് കൊള്ളാം. എന്താ അറിയില്ല, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എടോ, ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം. ഇതിലെന്താ പ്രശ്നം? ഇത് ഇവിടുത്തെ മരിച്ചുപോയ മമ്മിയുടെ പ്രേതമാണോ? പ്രേതം. ഓ മൈ കണ്ടോളൻസസ്. മമ്മി, എനിക്ക് ജോണർ മാറിയതാ. ബോണിക്ക് എന്നെ കല്യാണം കഴിച്ചതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല സ്റ്റെഫി. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. കുറച്ചുകൂടി. ഞാനേ പണ്ട് ഷിംലയിൽ പഠിക്കുമ്പോൾ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ, നുണക്കുഴിയൊക്കെ ആയിട്ട്, ഫുട്ബോൾ പ്ലെയറൊക്കെ ആയിരുന്നു. നീ കാര്യം പറ സ്റ്റെഫി. ആ, ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ടെക്സ്റ്റ് മെസ്സേജസ് വഴിയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജസ് ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഞങ്ങൾ അന്ന് അയച്ച ടെക്സ്റ്റ് മെസ്സേജസ് ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. How'd you fix me, baby? You hear my soul. You feel like home. Are you a dream or reality, baby? I don't know. So hold me close. മിഴികളായി നീ ജനലിതാ ഞാൻ പതിയെ ദൂരങ്ങൾ മായുന്നു.
അറിയാതെ ഞാനോ തണലാകെ നിങ്ങൂടെ പോത്തിടില്ലേ your ecstasy, how you fix me, baby, you heal my soul, you feel like home. Are you a dream or reality, baby? I don't know. കൈവിട്. ഞാൻ നേടിയെടുത്തു പപ്പ. കളിക്ക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ആരും അറിഞ്ഞില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല, കേട്ടില്ല എന്നൊന്നും പറയണ്ട. എൻ്റെ വൈഫ് സ്റ്റെഫി, ഇവള് പ്രഗ്നന്റ് ആണ്. അന്ന് ഞാൻ പേടിച്ചോടിയതും പിന്നാലെ പനിച്ചു കിടന്നതും എന്നെ എത്തിച്ചത് ഷിംലയിലെ ലക്കാർ ബസാറിലെ ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ്. അവിടെയാണ് മമ്മി സാമുവലിനും സ്റ്റെഫിക്കുമൊപ്പം ഏറെക്കാലം ജീവിച്ചത്. പേടിച്ച് പനി പിടിച്ചിട്ട് ടൂർ പോയിരുത്തനെ ആദ്യമായിട്ട് കാണുന്നത്. എക്സ്ക്യൂസ് മീ, എന്തോ? ഞാൻ ഓരോ കാര്യങ്ങളും നന്നായി പഠിച്ചേ ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു പഠനത്തിനിടയിൽ മാറ്റിപ്പിടി. എൻ്റെ ഒരു പഴയ പ്രൊഫസർ, ദ ഗ്രേറ്റ് വിച്ച് വിസാർഡ്, മൈ മെന്റർ കാഞ്ചമ്മയുടെ ആത്മമിത്ര എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിലെ കുറച്ച് കാര്യങ്ങൾ നിനക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ആത്മാക്കളുമായി ഇടപെടുമ്പോൾ അവരുടെ സ്വഭാവം അറിഞ്ഞിരിക്കണം. മനുഷ്യ മനസ്സിനോട് വളരെയധികം സാമ്യതകൾ ആത്മാക്കൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ആത്മാക്കൾക്കുണ്ടാകാം. അതിലിപ്പം സ്നേഹം, വിഷമം, ദേഷ്യം, ഇവയെല്ലാം 10 ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ വളരെ അപകടകരവും ഏത് നിമിഷവും മരണത്തിൽ വരെ എത്തിക്കാവുന്നതുമാണ്. ദാറ്റ് മീൻസ് ബോണി, യു ആർ ഇൻ എ വെരി ഡേഞ്ചറസ് സോൺ. ചില സമയങ്ങളിൽ മനുഷ്യരെ പോലെ തന്നെ ആത്മാക്കളെയും വിഷമിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും സാധിക്കും. ഈ സമയം ആത്മാക്കളുടെ ശക്തി നന്നേ കുറഞ്ഞു വരികയും തന്മൂലം അവരെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കും. കൺഫ്യൂഷൻ ആക്കുക. അതെങ്ങനെ? ഈ സ്റ്റെഫിയുടെ പപ്പയായിട്ട് സംസാരിച്ചിട്ടേ ഈ സ്റ്റെഫിയുടെ പിതൃത്വത്തിൽ നമുക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാലോ? അപ്പൊ സ്റ്റെഫിയുടെ പപ്പയ്ക്കല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്? അതെ, കൺഫ്യൂഷൻ ആയല്ലോ. എടാ ഞാൻ പറയട്ടെ, ഈ ഐഡിയ വർക്കാവൂലോ. ഇനി അടിയിട്ട് എനിക്ക് വയ്യ. അതെ, എന്റെ മമ്മി എന്നല്ല, ലോകത്തിലെ ഏതൊരു മമ്മിയും ഇമോഷണലി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരേ ഒരു അവസ്ഥയേ ഉള്ളൂ. മകളുടെ പ്രഗ്നൻസി വർക്കാവും. ചിരിക്കല്ലേ, ഇമോഷണൽ കൊള്ളാം. നീ ഒരുപാട് മണിരത്നം സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ? അല്ല, ആ ലെവൽ ഐഡിയാസ് വരുന്നേ. അപ്പോ ടെമ്പററി ആയിട്ട് നീ പ്രഗ്നന്റ് ആവുന്നു, മമ്മി കൺഫ്യൂസ്ഡ് ആകുന്നു, പിന്നീട് പെർമനന്റ് ആകുന്നു. വേണ്ട, നോക്കാം. Are you the one that's made to me? Tell me how you make believe. Neno. Are you my remedy?
lies and fantasies. Say my name over again. Girl, you brought me to my knees. Girl, your love just makes me weak. Overlay, puttirille, your ecstasy. How you fix me, baby, you heal my soul. You feel like home. Are you a dream or reality, baby? I don't know. So hold me close. സത്യം ഞാൻ ഒരു ഉമ്മച്ചങ്ങൾ തുടങ്ങട്ടെ. ഇതാരത്? അപ്പ അമ്മ നിങ്ങളെന്താ ഇവിടെ? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അറിയും. എന്നാലും സാമാന്യ മര്യാദക്ക് നിനക്ക് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നു. നിങ്ങളൊന്ന് നിർത്തിക്കേ. അവന് കുറച്ച് സമയം കൊടുക്ക. തോമസം പറഞ്ഞിട്ടാലും നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവൻ നേരിട്ട് പറയാനിരിക്കുവായിരുന്നു. മോളെന്തിയടാ? മോളെ മോളെ നീയാണ് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത്? അതേളിയാ ഞാനാ പറഞ്ഞേ. എടാ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോ കാരണവന്മാരൊരു പ്രസൻസ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാ. അവനവിടെ ചെന്നുകൊണ്ട് നിങ്ങളുടെ മമ്മി എന്തായാലും വിശ്വസിക്കും. എടാ ഇതൊക്കെ മുൻകൂട്ടി കണ്ടു അറിഞ്ഞും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു അളിയനാണ് നിനക്കുള്ളത് തോർത്ത് അഭിമാനിക്കടാ. എടാ മലരമ്പൻ തഴിക്കവനെ, നിന്നെ ഞാൻ കുനിച്ചിരുത്തി അഭിമാനിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാങ്ങിട്. മോന്റെ മമ്മി ഇങ്ങ് എത്തിയല്ലോ. സന്തോഷായി. അവൾക്ക് തൊടുത്തല്ലോ. മോളെങ്കിൽ ഞങ്ങളോട് വിവരം വിളിച്ച് പറയണ്ടേ? അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളേക്ക് പോകുന്നു. നിക്കണ്ടായിരുന്നോ? സൂക്ഷിച്ച്. അവിടെ ആവുമ്പോ ടിൻസി ഞാനും ഒക്കെ ഉണ്ടല്ലോ. മോളെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഞാൻ വേണം മോടെ പപ്പയോട് സംസാരിക്കാം. മിസ്റ്റർ സാമുവലിനോട് പപ്പയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നോ? വിളിച്ചു പറയാതെ വരാൻ അധികാരം ഉള്ളവരാണ് ഞങ്ങള്. ഒരു കുടുംബം എന്ന് വെച്ചാൽ എന്താണെന്ന് എന്റെ വിചാരം? അല്ല എല്ലാം ഇട്ടു പോയിട്ട് എന്നെ കൊണ്ട് പറയണ്ട. എന്റെ പപ്പ ദേഷ്യപ്പെടണ്ട. ഞാൻ സ്റ്റെഫിയും കൂടി അങ്ങോട്ട് വരാൻ നിൽക്കുമല്ലോ. അല്ലേ സ്റ്റെഫി? ആ പോട്ടെ, ഒരു നല്ല ദിവസമായിക്കൊണ്ട് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതെ, എനിക്ക് ഡ്രസ്സ് ഒന്ന് പറഞ്ഞു. എവിടെ റൂമേ? ഡ്രസ്സ് പറഞ്ഞിട്ട് പോകുന്നില്ലേ? ആ അത് ശരി. നിനക്ക് അങ്ങോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ ഉടനെ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമുണ്ടോ? അല്ല കുഴപ്പമില്ല. നോക്ക് ബുദ്ധിമുട്ടുണ്ടോ? കൊച്ചാ പോടാ. പപ്പയെ കണ്ടില്ലല്ലോ. അതെ, ഞാൻ വിളിക്കാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയി പപ്പനെ വിളിച്ചിട്ട് വരാം. നോയിക്കോളേ. ഇവന് എന്നാ പറ്റി? അപ്പനാൻ പോകുന്ന ഇങ്ങനെ ഉണ്ടോ പരവേശം? ഇവിടെ 2 പേർക്ക് താമസിക്കാണ് ഇത്രയും വെള്ളിക്കാട്ട് വീട് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അവിടെയാണ് കുറെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ? ഇയാൾക്ക് എന്നെ ആക്രിക്കച്ചവടമായിരുന്നോ? ചുമ്മാ ഒരു കങ്കാരു. ഓ മുടിഞ്ഞ വെയിറ്റാ കേട്ടോ. മോയല. ആ നീ വാ, ഇനിയോണ്ട് ഞാൻ കാണിച്ചു തരാം. ഇയാളെയൊക്കെ നല്ല സ്ഥലത്തോടെ എന്നാടാ മിസ്റ്റർ സാമുവലിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇയാൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് വിത്തിയെ തൂക്കിയേക്കുന്നു. ഇയാൾ നിന്നോണ്ടാണോ കഴിക്കുന്നത്? അയാളെ എല്ലാം മനസ്സിലാക്കും. ഈ ചെറ്റയിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിപ്പിക്കും. എന്റെ മോന്റെ ഭാവി സുരക്ഷ ഞാൻ ഉറപ്പാക്കും. ഇതെന്നാ മരുത്തോമലയോ? നീ ആരാ അനുമാനോ? എടാ കൊച്ചി, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് എന്റെ പുറകെ എന്തിനാ നടക്കുന്നത്? ഞാൻ മിസ്റ്റർ സാമുവലിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ, എന്നിട്ട് മാറ്റിയാൽ മതി. ശരി. എനിക്കാണ് വിശക്കുകയും ചെയ്യുന്നു. വിശപ്പ് കാരണം വല്ല കഴിക്കണം. പക്ഷെ കഴിക്കണ 2 അടിക്കണം. അടിക്കണേ ഒന്ന് കുളിക്കണം. പുറത്തുനിന്ന് പൂട്ടിയിട്ടില്ലെങ്കിൽ തന്തപ്പടിയുടെ പണി പാളും. സ്റ്റെഫി ഒന്നിങ്ങ് വന്നേ. ഇരിക്കേ. അതെ, കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, അങ്ങനെ പല്ലുവേദന അടക്കം എല്ലാ അസുഖങ്ങളും ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് മമ്മീനോട് പറയണ ഒന്നും ചെയ്യരുത്. മോണി എനിക്ക് പറയാനേ പറ്റുള്ളൂ. റൂൾസ് തെറ്റിച്ച എന്തായാലും അടി ഉറപ്പാ. മനസാക്ഷിയില്ലാത്ത മമ്മി. ഇതൊന്നും ഇവിടെ പറ്റൂല. വെള്ളമടിയോ? പിന്നെ വെള്ളമടിക്കാൻ പറ്റിയെന്ന് പറയും. ഇതെന്നെ ബോട്ടലെ ധ്യാനം കേന്ദ്രോ? നീ പോടാ. ട്രെയിനിലെ ലോക്കൽ കമ്പാർട്ട്മെന്റ് വരെ അടിച്ചിട്ടുള്ളതാണ്. ഞാൻ അടിക്കും. ഇവിടുത്തെ മമ്മിക്ക് പപ്പയ്ക്ക് ഇഷ്ടമല്ല തോന്നുന്നു. എന്നാ മപ്പയോ? മപ്പയല്ല പപ്പ. അയാൾ പോകാൻ പറ.
ഞാനേ ഇവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. നിന്റെ അപ്പനായതുകൊണ്ട് ഇവിടെ വന്നേ. എന്റെ മോന്റെ ബന്ധുക്ക വീട്ടിൽ ഞാൻ എവിടെ ശബ്ദം താത്തി പപ്പയ്ക്ക് അടിക്കണോ? അതിനൊരു വഴിയുണ്ട്. ഒരു പുറത്താൻ കയറില്ല ബന്ധുതയാണല്ലോ കർത്താവ് എനിക്ക് കിട്ടിയത്. എടാ ഒന്നാം തരം വീട് അവിടെ കിടന്നിട്ട് ഈ കാറിന്റെ ഡിക്കിക്കകത്ത് അടിക്കേണ്ട ഗതികേടായല്ലോ എനിക്ക്. എടുക്ക്. ചീരയാണ്, ഓർഗാനിക്കാ. ഞാൻ എന്താ മാണോ ഇല കഴിക്കാൻ? എടാ നിന്റെ പട്ടിക്ക് പോലും ഭക്ഷണം കഴിക്കണ ഇറച്ചി വേണമല്ലോ. ഈ ചീര കൊണ്ട് കഴിക്കേണ്ട ഗതികേടാ. ഓർഗാനിക് ആണല്ലോ അല്ലേ? ചീരയെങ്കിൽ ചീര. എന്നാലും നീ എല്ലാം ഇട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു കളഞ്ഞില്ലേ? നിനക്കൊരു വിശേഷം ഉണ്ടായിട്ടോ ആദ്യം എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ. പപ്പ ഇത് അങ്ങനെയുള്ള ഒരു വിശേഷമല്ല, പപ്പയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. മോനെ പോണി പറ, സത്യത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല പപ്പ. എന്താ പ്രശ്നമുണ്ട്? എന്താ പ്രശ്നമുണ്ട്? ഹാപ്പിയാണ് പപ്പ. അല്ല മോനെ, എനിക്കറിയാം നീ ഹാപ്പി അല്ല. ആണ് പപ്പ. ഓക്കെ, എന്നാ നീ കേട്ടോ, നീ ഇവിടെ ജയിലില്ല, ആ കള്ള കണക്കുമാഷിന്റെ ജയിലില്. അന്ന് അവനെ കണ്ടപ്പോഴേ ഒരു കള്ളലക്ഷണം എനിക്ക് തോന്നിയതാ. അന്ന് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം അവന്റെ അടുത്തോട്ട് നിന്നെ കെട്ടിച്ചു വിട്ടതാ. അവന്റെ ഒരു സ്ക്വയർ ഫീറ്റ് കണക്ക് 001. നീ നോക്കിക്കോ, ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് കണക്ക് ഇന്ന് തന്നെ അളക്കും. എന്നിട്ട് ഒരു 3000 സ്ക്വയർ ഫീറ്റ് തികച്ച് കണ്ടുപിടിച്ച് നേരെ മുനിസിപ്പാലിറ്റി പോയി പരാതി കൊടുത്ത് ഇവനെ കൊണ്ട് സൂപ്പർ ടാക്സി അടപ്പിക്കും. നീ നോക്കിക്കോ. ഇവിടുത്തെ പപ്പ കേൾക്കും. ഇവിടുത്തെ പപ്പ അയാളെ കുറച്ച് നിയമങ്ങളും. എനിക്ക് അവനോട് രണ്ടു വാക്ക് സംസാരിക്കണം. ഇല്ല, പോകുന്നില്ല, പോകുന്നില്ല. ഇരിക്കും പപ്പ, ഇരിക്കും. ഇല്ല, എനിക്ക് അവനോട് ചോദിക്കണം. സാമൂലെ, സാമൂലെ, ഇയാൾ എവിടെ പോയി കിടക്കുന്നു? സാമൂലെ. എന്താ ഫിലിപ്പേ? സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, ഈ നോക്കൂത്തിയുടെ വേഷം കെട്ടിക്കൊണ്ടാണോ ടി വി കാണുന്നത്? ധോണിയുടെ പപ്പയാണെന്ന് കരുതി എന്ത് അനാവശ്യവും പറയാമെന്ന് വിചാരിക്കരുത്. ഇത് എന്റെ വീടാണ്. ഇവിടെ എന്ത് വേണം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഓ, ഇയാളൊരു വീട്, സൗന്ദര്യബോധമില്ലാത്ത വീട്. വലിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. എടോ, എന്റെ ആൾക്കാർ വീടിനെ കുറിച്ച് തനിക്ക് അറിയാമോ? ഇയാള് പോയി കിടന്ന് ഉറങ്ങിയാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാനെന്നെ ഉറക്കും. നീ വന്നോ? എടാ, എനിക്ക് ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയാം. നിങ്ങൾ പഴയ സ്വഭാവം ഇറക്കല്ലേ? നീ മിണ്ടരുത്. എടാ, നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഇയാൾ നിന്നെ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് മേടിച്ചില്ലേ? പൂരിപ്പിച്ച് കൊടുക്കാൻ അതെന്താടാ? PhD ടെസ്റ്റ് ആയിരുന്നോ? ഇയാൾ ചോദിക്കാനും ചോദിച്ചോണ്ട് നീ കൊടുക്കാൻ. എടോ, എന്റെ മോനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടെന്ന് അറിയാമോ മിസ്റ്റർ സാമുവൽ? അവനെ താൻ വേറെ ഒരു മണവുണാക്കി മാറ്റി. ജഗദീഷ്, पापा आप जाओ ना। ये कितने हद तक जाएगा मैं देखूंगा. हिंदी പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കാൻ. ഹിന്ദി പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ ഇവനാരാ? ശത്രുക്കൾ തിരികെയോ? കണ്ടോ, നടക്കുന്ന വഴി കൊണ്ട് ഉപ്പമാങ്ങ പറഞ്ഞു വെക്കും. ഇവന്റെ ഭാരണി ഒറ്റ ചവിട്ടിന് പൊട്ടി. ഞങ്ങൾ ആനന്ദ ദേഷ്യം വന്നോണ്ടല്ലോ, ആന കരിമ്പ് കാട്ടി മയക്കൂടിയായിരുന്നോ? എടാ കള്ള കണക്കുമാഷേ, നീനെ പിന്നീന്ന് അറിഞ്ഞ് വീഴ്ത്തിയല്ലേ? നിനക്കറിയാവോ ദേഹം നൊന്താ പിന്നെ ഞാൻ വെറുച്ചെയാ. ദേഹം നൊന്തില്ലെങ്കിലും താൻ അത് തന്നെയാ. ഇവനെ എറിഞ്ഞ് വീഴ്ത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ വീട്ടൊരു പാത്രം വെച്ചെടുത്ത് കാണുകയല്ലോ. അയ്യോ, അത് നിങ്ങളുടെ വീടല്ല മനുഷ്യ. എന്റെ മോനെ കെട്ടിയുടെ വീട് എന്റെ വീടാണ്. ഇവിടുത്തെ പാത്രങ്ങൾ എന്റെ പാത്രങ്ങളാണ്. കിട്ടി പൂച്ചട്ടി ഗോവിന്ദൻ. ഓ, ഒഴിഞ്ഞു മാറി. ഇവനാരാ? അരിങ്ങോടനോ? നിന്റെ മോൻ കൊണ്ട് മോൻ വെച്ചതാ. നീ ഒഴിഞ്ഞു മാറി എന്റെ മോനെ തല വിളിക്കും. കല്ല് കുടിച്ചാലും അച്ചടക്കം വേണം. അച്ചടക്കം പഠിപ്പിക്കാൻ കണക്കമാട്ടെ. എനിക്ക് പണ്ടായി മാറ്റി മാറി ഇഷ്ടമല്ല. ഞാൻ ഇതിലെ കൈയെടുത്ത് നിന്നെ ഞാൻ പിടിക്കണോ? എന്തിനാ വിട്ട്? മോണി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നി. ഒന്നും പറ്റില്ലല്ലോ. ഇനിയിപ്പോ നിന്റെ പപ്പയെ പിടിച്ച് മാറ്റി. നമ്മുടെ കൊച്ചിനെ വീഴ്ചിട്ട് क्या हो रहा है इधर? तुम्हारी ये हरकत मैं बर्दाश्त नहीं करूंगा. एक बार उन्हें माफ कर दो. बोला ना? ഇതിനകത്ത് വെള്ളം എടുത്ത് വെക്കല്ലേ ചേച്ചി സാമൂല്. വെള്ളം എടുത്ത് മാടി. അടിച്ചെന്റെ കെട്ടും പോയി. പക്ഷെ പെട്ടെന്ന് അടിക്കും. मेरी बात तो मानो. आखिर तुम्हारी बेटी है ना? तुझे क्या चाहिए? बोलो क्या चाहिए? എടോ, വെല്ല സംസാരിക്കണേ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കണോ? വെല്ലെടുത്തോട്ട് നോക്കി വെല്ല ഭാഷയിലല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ അറിഞ്ഞൂടാതെ സംസാരിക്കരുത്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വലിയ കുഴപ്പത്തിലോട്ടാണ് ചാടാൻ പോകുന്നത്. എന്റെ ഫീൽഡ് ഏറി നിന്നടാ. ഇയാടെ വീട്ടിലെ ഗ്ലാസ് പോലും എറിഞ്ഞിട്ട് തത്തുകയല്ലോ.
സ്റ്റെഫി എന്തെങ്കിലും പറ്റി? ഒന്നും പറ്റിയില്ല. കുഴപ്പമില്ല, പക്ഷേ പക്ഷേ ഓ അത് കൂത്താ പൊക്കോളും. ചോര എന്നാടാ? ഒന്നുമില്ല. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു. ഒന്നുമില്ലേ? എന്തുണ്ടല്ലോ?